ഇനി അടുത്ത വേറൊരു ഫൺ സെഗ്മെന്റ് ആണ്. നവരസങ്ങൾ എന്നാണ് പേര്. ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുടെ തലക്കെട്ടുള്ള അടിയായിരിക്കണം അത്. അതായത് രേണുസുതിയെ പുച്ഛിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എതിരെയുള്ള സാധനം ഇറക്കിക്കോ. സ്റ്റാർട്ട്, ആക്ഷൻ. അപ്പൊ ഒന്നാമത്തത് ശൃംഗാരം. ശൃംഗാരം. കരുണം. വീരം. രൗദ്രം. ഹാസ്യം. ആറാട്ടണ്ണൻ ഓർ അലിൻ ജോസ് പെരേര. പ്രതീഷ് ഓർ ദാസേട്ടൻ കോഴിക്കോട്. ഇന്റിമേറ്റ് സീൻസ് വരുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇപ്പം ഇനി എങ്ങാനും വിവാഹം കഴിഞ്ഞാൽ രേണു സുധി എന്ന പേര് ചേഞ്ച് ചെയ്യുമോ? ആ സ്പ്രേ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കുന്ന സാധനമല്ലത്. കൊല്ലം സുധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പ്രശസ്തയാകില്ലായിരുന്നു. മറ്റൊരു വിവാഹം ആലോചനയിലുണ്ട്. ചേച്ചിയുടെ ഒരു നല്ലൊരു പാട്ടിടണം. നല്ല പാട്ട്. സുധിച്ചേട്ടൻ എപ്പോഴും പാടുന്ന പാട്ട് പാടാം. ആരെന്ത് എപ്പോൾ ചോദിച്ചാലും ആ പാട്ടേ പാടത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് പാടാൻ വേണമെങ്കിൽ. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്യക്കുയിലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചി മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ചേച്ചിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഗ്രേഷ്മ എന്ന് പറയുന്ന. ഗ്രേഷ്മ അല്ല, രേഷ്മ. സോറി, രേഷ്മ എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. ഞാൻ ഒളിച്ചു വെച്ച പേരൊന്നും അല്ല. അപ്പൊ എങ്ങനെയാ രേണു എങ്ങനെയാ വന്നേ? രേണു എന്നാണ് എൻ്റെ അമ്മയുടെ ചേട്ടത്തിന്റെ മകൻ ഞാൻ ജനിച്ച സമയത്ത് പേരിട്ടപ്പോ ഇട്ട പേരാണ് രേണു. അതായിരുന്നു എന്റെ പേര്. 1ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയപ്പോഴും രേണു തന്നെയാണ് പേര്. അമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. ആ പേര് എനിക്ക് അതിന് ഇഷ്ടമില്ലായിരുന്നു ആ പേര്. പക്ഷെ ഒഫീഷ്യലായിട്ട് രേഷു എന്ന് വിളിക്കും. പക്ഷെ എല്ലാരും കൂടെ പഠിച്ചൊരു രേഷു എന്ന് വിളിക്കും. രേഷു കൊള്ളാം, നല്ല രസമുണ്ട്. കേശു എന്നൊക്കെ പറയുന്നല്ലേ അല്ലേ? അപ്പൊ അത് പക്ഷെ ആർക്കും ഇഷ്ടമല്ല ആ പേര്. സുധിച്ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല. രേഷ്മ അയ്യേ രേണു എന്നാക്കി. അല്ല, ആക്കിയല്ല, രേണുന്ന്. ഇപ്പൊ ഔദ്യോഗികമായിട്ട് രേണു സുധീൻ തന്നെയാണ്. സുധീൻ തന്നെയാണ്. രേഷ്മ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിടാനോ ഒക്കെ രേഷ്മ. കാരണം മാരേജ് സർട്ടിഫിക്കറ്റ് അത് സുധി എസ് ശിവദാസൻ, രേഷ്മ തങ്കച്ചൻ, അങ്ങനെയാണല്ലോ. ഓക്കെ. പിന്നെ ചേച്ചി മക്കളൊക്കെ ഇപ്പം എന്ത് പറയുന്നു? പ്രതീഷിനും ഒരു മോളാണ് അല്ലേ? ഇപ്പം നമ്മുടെ കിച്ചുവും നമ്മുടെ ഇളയ കൊച്ചു ഒക്കെ എന്ത് ചെയ്യുന്നു? എന്ത് പറയുന്നു? കിച്ചു ആനിമേഷൻ പഠിക്കുന്നു. ഇപ്പം വിളിച്ചായിരുന്നല്ലേ ഇങ്ങോട്ട്. ഋതപ്പൻ ഇളയാള് ഋതുല്, സുചന ഋതപ്പാന്നാ വിളിക്കുന്നത്. അവൻ UKG-യിലായിരുന്നു, ഇപ്പൊ 1ാം ക്ലാസ്സിലോട്ട്. അപ്പം ഇനി കിച്ചുവിനെയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇളയ കുട്ടി നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആള്, അതാരുടെ കഴിവായിട്ട്? ചേച്ചി പാട്ട് പാടില്ല? ഞാനും ചെറുതായിട്ടൊക്കെ പാടും. ഒരു ജസ്റ്റ് ഒരു പാട്ട് വേണമെങ്കിൽ നമുക്ക്. അല്ല, തൊണ്ട കുഴപ്പമില്ല, എങ്കിലും ജസ്റ്റ് ചേച്ചിയുടെ ഒരു നല്ലൊരു പാട്ടിടണം. നല്ല പാട്ട്. സുധിച്ചേട്ടൻ എപ്പോഴും പാടുന്ന പാട്ട് പാടും. 2 ലൈനേ പാടത്തുള്ളൂ. 2 ലൈനൊന്നും പാടിയാ പോരാ, ഒരു 4 ലൈനെങ്കിലും പാടണം. 2 ലൈൻ കൊണ്ട് എങ്ങനെ ഒരു പാട്ട് അവസാനിക്കുന്നത്? അത് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 4 ലൈൻ പാടാം. സുധിച്ചേട്ടൻ ഏത് വേദി ചെന്നാലും ആ പാട്ട് പാടും. സ്റ്റാർ മാജിക്കിൽ പാടിയായിരുന്നു, എല്ലായിടത്തും പാടിയായിരുന്നു. ആരെന്ത് എപ്പം ചോദിച്ചാലും ആ പാട്ടേ പാടത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് പാടാൻ വേണമെങ്കിൽ ചുമ്മാ ശ്രമിക്കും. ചേച്ചിക്ക് പാടി തരുമായിരുന്നോ? ചോദിക്കുമ്പോൾ പാടി തരുമായിരുന്നു. അല്ലാതെ എവിടെ പോയാലും അതേ പാടത്തുള്ളൂ. ട്രാക്കൊക്കെ ഇട്ട് അതാണ് പാടാറ്. അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് സുധിച്ചേട്ടൻ അത്ര പറ്റില്ല പാടാൻ. ഞാൻ ആള് പാടിയ കേട്ടേ എനിക്ക് അറിയത്തുള്ളൂ. ചുമ്മാ ശ്രമിക്കാം. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. ഇതാണോ പാടാറിയത്തില്ല എന്ന് പറഞ്ഞത്? തൊണ്ട വയ്യാന്ന് പറഞ്ഞു. നല്ല രീതിയിൽ പാടുന്നുണ്ടല്ലോ.
അപ്പോ മക്കളൊക്കെ ഇനി നമ്മുടെ കലാരംഗത്തേക്ക് ഇപ്പം ഇളയ മകനാണെങ്കിൽ പാട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ മൂത്ത മകൻ അനിമേഷൻ സ്വാഭാവികമായിട്ടും ഇനിയിപ്പം വല്ല ആക്ടിങ് സ്വാഭാവികമായിട്ടും കൊല്ലം സുധിയുടെയും രേണു സുധിയുടെയും മക്കളാവുമ്പോൾ സ്വാഭാവികമായിട്ടും കാണണമല്ലോ, ഒരു കലാപരമായിട്ടുള്ളൊരു മികവ് കാണണമല്ലോ. വരുവോ? അവരുടെ മക്കളുടെ താല്പര്യം അതേ ഉള്ളൂ, അവരെന്ത് ചെയ്യുന്നു അതൊക്കെ നമുക്ക്. ചേച്ചിനെ കാണാൻ പറ്റുമോ ഉടനെ വല്ലതും സിനിമയിലേക്ക്? സിനിമ ചെയ്യുന്നുണ്ടല്ലോ, ഇറങ്ങാൻ കിടക്കുന്നു. ഏതാ സിനിമ? ഞാൻ പറഞ്ഞല്ലോ ഇവനും ഉണ്ട് സിനിമയില്, ദയാവതം. പിന്നെ രജി സാറ്, പിന്നെ നന്ദകിഷോർ സാറൊക്കെ, പിന്നെ ചേഞ്ച് നിതീഷ് കെ നായർ സാറിന്റെ, അതും ശിവജി ഗുരുവായൂർ സാറിന്റെ മകനുമാണ് മെയിൻ ക്യാരക്ടർ. അത് നല്ലൊരു ക്യാരക്ടർ. അപ്പോൾ ചേച്ചി, നമ്മുടെ അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് യെസ് ഓർ നോ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അതിൽ യെസ് ആണോ നോ ആണോ എന്നുള്ളത് നിങ്ങൾ കാണിച്ചാൽ മതി. രണ്ടുപേരും പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വേദനിപ്പിക്കാറുണ്ട്. വേദനിപ്പിക്കാറില്ല, ഒരു പ്രശ്നമില്ല. കൺമുന്നിൽ നിന്ന് ആരെങ്കിലും ബോഡി ഷേമിംഗ് നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്? ഇല്ല. ഉണ്ട്. എന്താ സംഭവം? അത് പക്ഷേ ഉത്സവത്തിനൊക്കെ നമ്മള് തല്ലൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല അങ്ങോട്ടും പോലീസ് കേസൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ അതൊന്നുമില്ല, അത്ര ആയിട്ടില്ല, അത്രയില്ല. എന്നാലും അങ്ങോട്ടും ഗാനമേളയ്ക്ക് കാട്ടിയുള്ള പോലെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം സുധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പ്രശസ്തയാകില്ലായിരുന്നു. യെസ്, 100%. അല്ല, അതിൻ്റെ അകത്ത് എന്താ പ്രതീഷിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. യെസ് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും അതിന്റെ അഭിപ്രായം പറഞ്ഞു. പ്രതീഷിന്റെ അഭിപ്രായം കൂടി പറഞ്ഞു. അതായത് അല്ലെങ്കിലും കഴിവുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്നായിരിക്കും ചിലപ്പം പ്രതീഷ് ബ്രോയുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ. എനിക്ക് സിനിമയിലേക്ക് ഉടൻ അവസരം ലഭിക്കും. യെസ്, കിട്ടും. വിളിച്ചിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഇറങ്ങാനുണ്ട് സിനിമ. ആരുടെ കൂടെ അഭിനയിക്കണമെന്ന് ഏറ്റവും ആഗ്രഹം? അങ്ങനെ ഒന്നുമില്ല, എന്നാലും വലിയ ആഗ്രഹം 3 പേരോട് അഭിനയിക്കണമെന്നുണ്ട്. ആരൊക്കെയാ? ലാൽ സാറ്, അതായത് ലാലേട്ടൻ, ഇക്ക, മമ്മുക്ക, മഞ്ജു ചേച്ചി. പ്രതീഷ് എനിക്ക് എന്റെ അനിയനെ പോലെയാണ്. പോലെയല്ല, ആണ്, അനിയനാണ്. ഇന്റിമേറ്റ് സീൻസ് വരുമ്പോ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതെ ചിരി, അതിന്റെ ഇടയിൽ കൂടി ഒരു ചിരി ചിരിച്ചല്ലേ. ഇന്റിമേറ്റ് സീൻസ് വരുമ്പോ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നോടാണോ? രണ്ടുപേരും പറയാം, രണ്ടുപേർക്ക് ഇന്റിമേറ്റ് സീൻസ് ഉണ്ടല്ലോ. ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ല, സോറി, നോ, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. എന്ത് വേണം ചെയ്യും, എന്ത് വേണം. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ് ലോക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത കംഫർട്ടായിട്ടുള്ള എന്ത് കിട്ടിയാലും ചെയ്യും. ഓക്കെ. മറ്റൊരു വിവാഹം ആലോചനയിലുണ്ട്. അയ്യോ, വെടിവെച്ച് കൊല്ലും. ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യ വെടിവെച്ച് കൊല്ലും. നോ ആണോ ചേച്ചി? നോ ആണ്. പക്ഷെ വേറെ എവിടെയാ പറയുന്നത് കേട്ടല്ലോ, ഒരാളുണ്ട്, കാമുകനുണ്ട്, വരുമോ ഇല്ലയോ, നിങ്ങളുണ്ടോ, അവിടെയുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഇല്ല. നോ, വിവാഹമില്ല. ഓക്കെ. അതൊരു ഇതാണ്, മൊത്തം എയറില് ഒരു കറങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇന്ന് കഴിക്കും, നാളെ കഴിക്കും, നാളത്തെ ഓക്കെ. ഇപ്പൊ ഇനി എങ്ങാനും വിവാഹം കഴിഞ്ഞാൽ എന്നുള്ളതാണ്, മനുഷ്യനല്ലേ പുള്ളേ എന്ന് പറയുന്ന പോലെ മനുഷ്യനല്ലേ. അപ്പോ സ്വാഭാവികമായിട്ട് വിവാഹം കഴിഞ്ഞാൽ രേണു സുധി എന്ന പേര് ചേഞ്ച് ചെയ്യുവോ? ബിഗ് ക്വസ്റ്റ്യൻ. അതൊരു സംഭവം, പിക്ചർ ചേഞ്ച് ചെയ്യുവോ? രണ്ടിന് ഉത്തരം പറഞ്ഞോ. സുധി എന്നുള്ള ആളെ കല്യാണം കഴിച്ചാൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അല്ലാതെ നിങ്ങളിപ്പോ ഒരു ശശാങ്കനെയാണ് വിവാഹം കഴിക്കുന്ന കുട്ടിക്കോ? ശശാങ്കനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ താങ്കൾ പേര് രേണു ശശാങ്കൻ എന്നാക്കുവോ? അല്ല, രേണു ശശ എന്നാക്കുവോ? ആക്കും. അതൊരു ഭയങ്കര ഉത്തരവായി പോയി. അയ്യോ, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ആക്കുമല്ലേ? അത് ആ സമയത്ത് ഒരു ഇതുപോലെ ഉണ്ടല്ലേ. അതൊരു വലിയൊരു ബിഗ് ആൻസറും ബിഗ് ക്വസ്റ്റ്യനും ആയിരുന്നു. ആ സ്പ്രേ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് നോക്കാറുണ്ടോ? ഉപയോഗിക്കുന്ന സാധനമല്ല അത്. ഉപയോഗിക്കുന്ന സാധനമല്ല. അല്ല, അത് മണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒന്ന് അടിക്കാൻ മണക്കാറുണ്ടോ?
ഉണ്ട്, ഇപ്പോഴും മണക്കാറുണ്ട്. ഇന്നലെ മണത്തായിരുന്നു. ഇന്നലെ മണത്തായിരുന്നു. ഇതെല്ലാരും കാണിച്ചോണ്ടല്ല, അതാണ് ഞാൻ പറയുന്നത്. എന്റെ പല ഇമോഷൻസ് എനിക്കിപ്പോ മീഡിയസിനെ കാണിക്കേണ്ട കാര്യമില്ല. ഞാനത് മണക്കാറുണ്ട്, ഞാൻ കരയാറുണ്ട്, അതൊന്നും ആരെയും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ഇത് കമന്റ് ഏറിൽ കിടപ്പുണ്ട്. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 3 വയസ്സ്. 3 വയസ്സ്. 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 33 വയസ്സ്. 29. സുധിച്ചേട്ടനോളം ഞാൻ ലോകത്ത് വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. യെസ് ഓർ നോ? സുധിച്ചേട്ടനോളം സ്നേഹിച്ചിട്ടില്ല. ഇല്ല. യെസ്. എന്താ? ഓക്കെ, അപ്പൊ നമ്മുടെ യെസ് ഓർ നോ സെക്ഷൻ അവസാനിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത് പിക്കപ്പ് 1. അതായത് ഞാനൊരു 3, 4 അല്ലെങ്കിൽ 2, 3, 4 പേരുകൾ, പേരുകളാവാം, ചിലപ്പം ഏതെങ്കിലും ഇവന്റുകളാവാം, ഇങ്ങനെ പറയും. അതിൻ്റെ അകത്തുനിന്ന് ചേച്ചിക്ക് 2 പേർക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ളത്. 1 കൊല്ലം സുധി, ചേച്ചിയുടെ അച്ഛൻ, അമ്മ, കിച്ചു. കൊല്ലം സുധി, ചേച്ചിയുടെ അച്ഛൻ, അമ്മ, കിച്ചു. സെലക്ട് ചെയ്തു. സീരിയൽ, സിനിമ, ബിഗ് ബോസ്. സിനിമ. റോയ്ക്കോ? സീരിയൽ, സിനിമ ഓർ ബിഗ് ബോസ്? ബിഗ് ബോസ് പോകാൻ ആഗ്രഹമുണ്ട് അല്ലേ? ചേച്ചിക്ക് ബിഗ് ബോസിലൊക്കെ വിളി വരുന്നുണ്ട് എന്നൊരു റൂമർ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അതെ, ഞാനും കേട്ടായിരുന്നു. പ്രൊഡ്യൂസർ ലിസ്റ്റിലൊക്കെ ഉണ്ട്, ഫസ്റ്റ് തന്നെ ഉണ്ട്. രേണുസുതി ഉണ്ട്, ഞാനും കേട്ടായിരുന്നു. വിളിച്ചായിരുന്നോ ആരെങ്കിലും? ഇല്ല, ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു വിളി വന്നിട്ടില്ല. വിളിച്ചിട്ടില്ല. വിളിച്ചാൽ 100% പോകും ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. റീൽസ്, ആൽബംസ് ഓർ ഷോർട്ട് ഫിലിം? റീൽസ്, ആൽബംസ്, ഷോർട്ട് ഫിലിം? ആൽബം ഭയങ്കര ഇഷ്ടം. രണ്ടുപേരും. ഇൻസ്റ്റ ഓർ FB? ഇൻസ്റ്റ ഇല്ലാത്ത ആളായിരുന്നു, ഇപ്പൊ ഇൻസ്റ്റ അഡിക്റ്റ് ആയല്ലേ? മമ്മൂട്ടി ഓർ മോഹൻലാൽ? രണ്ടുപേർക്കും പറയാം. അയ്യോ ഭയങ്കര ആരും ചോദിക്കാത്തൊരു ചോദ്യമായി. മമ്മൂട്ടി ഓർ മോഹൻലാൽ അല്ലേ? ചെറുപ്പം മുതൽ കേൾക്കാൻ വളരെ റെയർ ചോദ്യമായി പോയത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ലാലേട്ടനാണെങ്കിൽ മറ്റൊരിടയ്ക്ക് ഇപ്പോൾ നിലവിൽ മമ്മൂട്ടി ഓർ ലാലേട്ടൻ? മമ്മൂക്ക ഓർ ലാലേട്ടൻ? ഇപ്പത്തെ ട്രെൻഡ് ഇപ്പൊ മൂവീസ് ഒക്കെ ഇറങ്ങി വെച്ചിട്ട് ലാലേട്ടൻ ടോപ്പായി നിൽക്കുന്നു. എനിക്ക് മൂവി ഒന്നും ഞാൻ കണ്ടില്ല. ആരാധികാരുടെയാ ചെറുപ്പം മുതലുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ? ഞാൻ പറയട്ടെ, സമയം പോകുന്നു, സ്പീഡ്. ഇത് പെട്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. രണ്ടും ലാലേട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മവേഷം ഓർ നായിക വേഷം? അമ്മവേഷം ഇഷ്ടം. നായിക വേഷത്തേക്കാൾ കൂടുതൽ. ആറാട്ടണ്ണൻ ഓർ അലിൻജോസ് പെരേര? ആറാട്ടണ്ണൻ രണ്ടുപേരും പറയണേ. അലിൻജോസ് പെരേര. കാരണം എനിക്ക് ആളിനെ പരിചയമുള്ളൂ. അതുകൊണ്ട് അലിൻജോസ് പെരേര. പ്രതീഷ് ഓർ ദാസേട്ടൻ കോഴിക്കോട്? അത് പറഞ്ഞേ പറ്റൂ. പ്രതീഷ് ഓർ ദാസേട്ടൻ കോഴിക്കോട്. എന്താ ആലോചിക്കുന്നുണ്ട്? പറയൂ. ലാലേട്ടൻ ഓർ മമ്മൂക്കാന്ന് ചോദിച്ച പോലെ തന്നെ ഒരു ചോദ്യമാണ്. പറഞ്ഞു വേറെ ആളെത്തി ഇപ്പൊ പറഞ്ഞ തലയിൽ കൈ ഇനി പാവം വേറെ പോകാൻ പറഞ്ഞോ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ വലിയ ധൃതിയൊന്നുമില്ല. ആലോചിച്ച് ഇല്ല, എന്ത് സമയം കുഴപ്പമില്ല. പ്രതീഷ് ഓർ ദാസേട്ടൻ കോഴിക്കോട്? പ്രതീഷ് തൊട്ടിപ്പുറത്ത് ദാസേട്ടനെ ചവിട്ടാനും പറ്റിയാല, പ്രതീഷിനെ ഉയർത്താനും പറ്റിയാല. ആലോചിച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്താൽ മതി. പ്രതീഷ്. ഓ ദാസേട്ടാ, എന്റെ പൊന്ന് ദാസേട്ടാ. തൻസീർ കൂത്തുപറമ്പ്, ഷാഫി കൊല്ലം ഓർ സലീം കൊടുത്തൂർ? തൻസീർ. ചെയ്തതിന്റെ തന്നെയല്ല ആൾക്ക്, ആൽബം ചെയ്തതിന്റെ തന്നെയല്ല, പണ്ടോട്ടെ ഭയങ്കര. ലക്ഷ്മി നക്ഷത്ര ഓർ ബിനു അടിമാലി? ലക്ഷ്മി നക്ഷത്ര. ഇപ്പൊ പഴയ സ്റ്റാർ മാജിക്കിന്റെ ടീംസ് ഒക്കെ വിളിക്കാറും. ചിന്നു ഞാൻ സംസാരിച്ചു. എല്ലാം ഞാൻ പറഞ്ഞ തിരക്കപ്പ, ആൾക്കും തിരക്കപ്പ എന്റെ അടുത്ത് വോയിസ് അയച്ചു. എടാ നല്ലതായിട്ട് തിരക്കിൽ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അയച്ചു, സംസാരിച്ചു. പിന്നെ അനു ഇടയ്ക്ക് മെസ്സേജ് അയച്ചു. പിന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബിനു ചേട്ടന്റെ വൈഫ്, ബിനു അടിമാലി ചേട്ടന്റെ വൈഫ് നോബി ചേട്ടൻ വല്ലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. വേറെ ടീം വല്ലപ്പോഴും. പിന്നെ
ഡയറക്ടർ നമ്മുടെ അനുപേട്ടൻ മെസ്സേജ് അയക്കുന്നു. കിച്ചുവായിട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കിച്ചുവായിട്ട് സംസാരിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത വേറൊരു ഫൺ സെഗ്മെന്റ് ആണ്, നവരസങ്ങൾ എന്നാണ് പേര്. അത് ചേച്ചിയിൽ നിന്നാണ് നമുക്കത് മനസ്സിലായി, ചേച്ചിയുടെ അപ്പൊ ഒന്നാമത്തത് ശൃംഗാരം. തകർക്കും നമ്മള്. കാണിക്ക് നോക്കട്ടെ എന്ന്. അതായത് ജനങ്ങളിലേക്കാണ് അത് പോകേണ്ടത്. കാണിക്കട്ടെ. ശൃംഗാരം കാണിച്ചാലും എന്റെ പൊന്നേ. ശൃംഗാരം ഒന്നുകൂടെ കാണിക്കുന്നോ? ഒന്ന് വേണേ ഒന്ന് പ്രതീക്ഷന്റെ മുഖത്ത് നോക്കി ഒന്ന് വേണേ നോക്കട്ടെ ഒന്ന്. പ്രതീക്ഷ ആ ഒരു ഇതിനു വേണ്ടി ഇരിക്കുക. ആ ഒരു ശൃംഗാരം പ്രതീക്ഷിച്ചോണ്ടിരിക്കണം. ശൃംഗരിക്കാനും തോന്നില്ലപ്പാ. അടുത്തത് കരുണം. കരുണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പോകാനും തോന്നുന്നില്ല, പോകാനും പറ്റത്തില്ല. ഓക്കെ. അടുത്തത് വീരം. വീരം അത് ക്യാമറയിലേക്ക് അത് വീരം എന്ന് പറയുന്നത് നമ്മള് ദേഷ്യം എന്നല്ല. വീരം എന്ന് പറയുന്ന ഒരു പൗരുഷം അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ജാൻസി റാണി ഒക്കെ കാണിക്കുന്നത് എന്താ ആയിക്കോ. അതായത് രേണു സുധിയെ പുച്ഛിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എതിരെയുള്ള സാധനം ഇറക്കിക്കോ. നടക്കട്ടെ. ഫുൾ മോട്ടിവേഷൻ. അതെ അതെ അതെ. വാള് മാത്രം എടുക്കരുത്, ബാക്കി മൊത്തം എടുത്തോ. ചാൻസ് റാണി ആയിക്കോ, എന്തോ ആയിക്കോട്ടെ. വാളെടുത്തോ വാളെടുത്തോ. അല്ലല്ല അത് ഇത് സത്യത്തിൽ കാണേണ്ടത് പ്രതീക്ഷിന്റെ ഒന്നല്ല. അതുകൊണ്ടാ. അടുത്ത് രൗദ്രം. രൗദ്രം ഈ വീരത്തിന്റെ തന്നെ വേറൊരു എക്സ്പാൻഷൻ ആ സാധനമാണ്. എന്തേലും ഇട്ടോ രൗദ്രം. മറ്റേ പച്ചവളം ഭാഷ വരുന്ന ഇതിന് ശേഷം ഞാനായിട്ട് തന്നെ കണ്ടെത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രൗദ്രം എനിക്ക് വരുന്നില്ല. ശ്രമിക്കുന്നു വേറെ എന്തേലും ഒരു സാധനം. ഹാസ്യം. വരുന്നില്ലല്ലോ ഇത് മൊത്തം വരുന്നില്ല. ഒന്നൊരു ശ്രമിക്കേ, ആഞ്ഞ് ശ്രമിക്കേ, അപ്പം വരും. അയ്യോ മതി 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 മതി. ഭയാനകം. പറഞ്ഞ അഭിനയിക്കാറില്ലെന്ന് തമാശ പറഞ്ഞല്ല. ഇത്രയും ചെയ്ത് ഒരെണ്ണം പോലും അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോശമാണ് ഞാൻ കളിയാക്കിയാണ്. ബീഫൽസം ഉള്ളത് പറയട്ടെ, എനിക്ക് അറിയാം, അത് വിട്ടേക്കാം. അത്ഭുതം. അത്ഭുതം അത്രേ ഉള്ളൂ. ശാന്തം. മതി. ഓക്കെ ഓക്കെ. ഇനി അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഒരൊറ്റ സെഗ്മെന്റും കൂടി ഉള്ളൂ. ഞാനൊരു ഇൻസിഡന്റ് തരാം. ആ ഇൻസിഡന്റ് നിങ്ങളൊന്ന് അഭിനയിച്ച് ഫലിപ്പിച്ച് കാണിക്കണം. ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുടെ തലക്കെട്ടുള്ള അടിയായിരിക്കണം അത്. ഓക്കെ. വളരെ സിമ്പിൾ ഒരു സാധനമാണ്. നിങ്ങൾ രണ്ട് കമിതാക്കളാണ്. കമിതാക്കൾ മീൻസ് പ്രണയിനിയും പ്രണയിതനുമാണ്. കുറേ നാളത്തെ പ്രണയമാണ്, കുറേ നാളായിട്ട് നീണ്ടിരിക്കുന്ന പ്രണയമാണ്. ഇപ്പൊ നിലവിൽ വീട്ടിൽ പ്രണയം പിടിച്ചിരിക്കുക. ആകെ പ്രശ്നമാണ്. അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. ചേച്ചിനെ അടച്ചിട്ടിരിക്കുക വീട്ടില്. ആകെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ഫോൺ വിളിക്കുക. അവിടെ തൊട്ടാണ് കഥ തുടങ്ങേണ്ടത്. ഫോൺ വിളിക്കുന്നു, പിന്നെ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു, നേരിട്ട് കാണുന്നു. ആ ഫോൺ വിളിക്കുന്നവിടെ തൊട്ട് കഥ തുടങ്ങാം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംപ്രവൈസ് ചെയ്യാം. ഓക്കെ. അതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ എൻട്രി ഒക്കെ ചെയ്യും. തുടങ്ങിക്കോ. തകർക്കണം, തമാശ തകർക്കണം. ഫോൺ വിളിക്കുന്നവർ അഭിനയിച്ചു തുടങ്ങിക്കോ. എവിടെയാട്ടോ മോളെ.
കമിതാക്കാണ് അത് ഓർത്തോണം. അല്ല വീട്ടിൽ പിടിച്ചിട്ട് നിൽക്കുക. വീട്ടിൽ പിടിച്ച് പ്രശ്നമായിട്ട് നിൽക്കുക. പ്രശ്നമായി. പക്ഷെ അർജന്റ് ആയിട്ടൊന്ന് കണ്ടേ പറ്റും. ഒരു മാസമായിട്ട് ചേച്ചിനെ വീട്ടിൽ ഇടിച്ച് ചുരുട്ടി വീട്ടിന്റെ അങ്ങേ കോരനായിൽ ഇട്ടിരിക്കുക. അതാണ് സംഭവം. വിളിക്കേ. ഹലോ ഹലോ, എവിടെയാ? എടാ ഞാൻ വീട്ടിലാടാ. എന്തുണ്ട് വിശേഷം? എടാ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ? അമ്മ ഇപ്പൊ ഫോൺ പോലും തരുന്നില്ല. ആണോ? ഞാൻ കട്ടെടുത്തതാ ഫോൺ. കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ അവിടെ? എനിക്ക് നിന്നെ കാണണം. എനിക്കും കാണണമെന്നുണ്ട്, പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ. ഇല്ലടാ, എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ. എത്ര നാളായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ എന്തും കാണാൻ സ്ഥലമില്ലേ, ആ സ്കൂളിൻ്റെ അവിടെ വരിക. ഞാൻ ഫ്രണ്ടായിട്ട് വരാം. ആരാടാ, ജിബിനാണോ? അല്ല അല്ല, പിന്നെ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടായിട്ട് വരാം. ജിബി ഇവിടെ ഇല്ല. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കാണാം. അവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ എല്ലാ കാര്യം അറിയാവുന്നതല്ലേ. കുഴപ്പമില്ല, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ വന്നിട്ട് എല്ലാം ഓൾറെഡി ഇവിടെ വീട്ടിൽ പറഞ്ഞു. നമുക്ക് സംസാരിച്ചിട്ട് റെഡിയാക്കാം. അമ്മ പുറത്ത് പോയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് വിളിക്കുന്നത്. ആണോ? വെക്കോ കേട്ടോ, കാണാട്ടോ. ഓക്കെ, ബൈ. അതിനുശേഷം നിങ്ങൾ മറൈൻ ഡ്രൈവിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഓക്കെ, അവിടെ നിന്നിട്ടുള്ളത്. എന്നാ മറൈൻ ഡ്രൈവ് വേണ്ട, നമുക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തടത്തേ കാണുള്ളല്ലേ. അത്ര ശരിയല്ലല്ലോ അതത്ര ശരിയായിട്ടുള്ള നിലപാടല്ലോ. ഞങ്ങള് സ്ഥിരം കാണുന്ന സ്കൂളിന്റെ പുറകിൽ സ്കൂളിന്റെ പുറകിൽ അവിടെ ചെണ്ടാ. അപ്പോ നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ നിങ്ങളുടെ ആ ഇന്റിമസിയും പ്രണയവും കുറെ നാളായിട്ടുള്ള കാണാത്തതിന്റെ ആ ഒരു തെണ്ണവും ഒക്കെ ഒന്ന് വെളിയിലേക്ക് വരണം. ഓക്കെ ഓക്കെ ആക്ഷൻ. കുറെ നേരം വന്നിട്ട് ചേച്ചി തുടങ്ങിക്കൊടി, ചേച്ചി അങ്ങോട്ട് തുടങ്ങിക്കൊടി. ഇനിഷ്യേറ്റീവ് ചേച്ചി അങ്ങോട്ട് തുടങ്ങിക്കൊടി. നിന്റെ പേരെന്തായിരുന്നു? പേര് മുജീബ് റഹ്മാൻ. പ്രതീക്ഷ തന്നെ വിളിച്ചോ, കുഴപ്പമില്ല. രേണുവും പ്രതീക്ഷും. നിങ്ങളുടെ വരുവാണോ ആദ്യം? ഞാൻ അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വന്നിരിക്കും അടുത്ത്. ഞാൻ വന്നിരുന്നു. ഇരുന്നോ? പ്രതീക്ഷേട്ടാ, എത്ര ദിവസം ഞങ്ങളെ കണ്ടിട്ട്. പറ്റാത്ത അവസ്ഥയായോണ്ടല്ലേ ഞാൻ നിനക്ക് ഒരുപാട് പറഞ്ഞില്ലേ, വീട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്നത് നമ്മളൊരു കുറച്ച് ഒതുങ്ങുന്നത് കുറച്ച് ബെറ്റർ ആണ്. അത് പ്രതീക്ഷയാണ് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല. നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവേണ്ടല്ല, പക്ഷേ ഈ സമയത്ത് നമ്മൾ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് രണ്ടുപേർക്കും പ്രശ്നമാണ്. ഞാനൊന്ന് റെഡി ആയിട്ടും കൂടി ഇല്ല. ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കി തരാൻ. അപ്പൊ ഇത്രയുള്ള പ്രതീക്ഷയുടെ എൻ്റെ അടുത്തുള്ള സ്നേഹം അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ച് ശരിയാക്കാന്നാ പറഞ്ഞു, അല്ല നിന്നെ ഇപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാന്നല്ല പറഞ്ഞു. നീ ആദ്യം അത് മനസ്സിലാക്ക്. ആദ്യം എനിക്ക് സ്വന്തം കാലം നിൽക്കാൻ വന്നാലേ നിന്നെ എനിക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റുള്ളൂ. നീ ആദ്യം മനസ്സിലാക്ക്. അതുകൊണ്ട് നമ്മൾ പ്രണയം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി വകത്തില്ല. അത് ആദ്യം നീ മനസ്സിലാക്കി ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കാം. ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് മാന്യമായ രീതിക്ക് അവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ, നീ ഇപ്പോൾ നീ മെൻ്റൽ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിട്ട് നീ നിൻ്റെ കാര്യം നോക്കുക, പഠിക്കുക, നല്ല രീതിക്ക് നിൽക്കുക. ഓക്കെ, ഒരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഫ്രീ ആണ സമയത്ത് നീ വിളിക്കുക. അതും ആരുമില്ലാത്ത സമയത്ത് വേറൊരാൾക്കും പ്രോബ്ലം ഉണ്ടാവേണ്ട. നമ്മൾ കാരണം കൊണ്ട് വീട്ടിലേക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവരുത്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഓക്കെ, കാണാം. അച്ഛനിപ്പോ വന്നു. അച്ഛൻ ഇത് നിങ്ങളെ കണ്ടു. അച്ഛൻ കണ്ടു. ഞാൻ അച്ഛൻ ഓടി വീട്ടിലോട്ട് എന്ന് പറയുന്നത് അച്ഛൻ വന്നിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അത്യാവശ്യം എല്ലാ സെഗ്മെന്റുകളും അവസാനിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഇന്റർവ്യൂ? എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ളാവോ? എങ്ങനെയുണ്ട് ഇത്രയും എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇന്റർവ്യൂ ഒത്തിരി പോയിട്ടുണ്ടാവുമല്ലോ ചേച്ചി. അതിൽ നിന്നും വ്യത്യസ്തത എന്തെങ്കിലും തോന്നിയോ? എല്ലാം തോന്നി. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ സെഗ്മെന്റ് എല്ലാം അവസാനിച്ചു. ചേച്ചിയായിട്ട് സംസാരിക്കേണ്ട എല്ലാം സംസാരിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. അതെ, പുതിയ ഒരുപാട് മുഖങ്ങളെ കുറിച്ച് അറിയാൻ പറ്റി. അതെ, ഒരുപാട് കഥാപാത്രങ്ങൾ, ജോർജി, അങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചേച്ചിയുടെ വായിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്താണെങ്കിലും ജോർജി അത് 100% വരാൻ സാധ്യതയുണ്ട്. ഒരു ജോർജി ആരാണ് ജോർജി അതാ വരാനുള്ളത്. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് കളിയാക്കലുകളും എഴുത്തലുകളും അതുപോലെയുള്ള എന്താ പറയുക എല്ലാ രീതിയിലും അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ചേച്ചി. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇനിയും ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും പതറരുത്. തളർത്താൻ നോക്കുന്നവൻ്റെ തലയിലോട്ട് തന്നെ ചവിട്ടിക്കോ, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
എല്ലാവിധ ആശംസകളും. പ്രതീഷ് ബ്രോ Thank you. ഉടനെ തന്നെ സിനിമ കാണാം. താങ്ക് യു. അപ്പോൾ സൈനം.